നമ്മൾ എത്ര നാളായിട്ട് ഒരു പ്ലേറ്റിലൊക്കെ ആഹാരം കഴിച്ചിട്ട്. പണ്ട് കോളേജ് വെച്ച് കഴിച്ചാ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുഞ്ഞായിട്ടൊക്കെ കഴിക്കും. എന്നിട്ട് എന്താ തോന്നുന്നു? നീ എന്നെക്കാട് തോന്നാൻ കഴിക്കുന്നുണ്ടോ തോന്നുന്നു. ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? ആ കുട്ടിയായിരുന്നു അല്ലേ? ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പേരെന്താ? എന്റെ പേര് രഞ്ജിത്ത്. ഓ, ആൺകുട്ടിയായിരുന്നു അല്ലേ? ഇപ്പോഴോ? പെൺകുട്ടിയായിരുന്നല്ലോ. ഇനി ഇന്റർവ്യൂ പോയി കൊണത്തോ. കഴിഞ്ഞ മാസം ഈരാറ്റുപേട്ടയിൽ വന്ന കല്യാണാലോചന അപ്പനതങ്ങ് ഉറപ്പിക്കാൻ പോവാ. ഇതുവരെ പാപ്പൻ എന്നോടൊരു ഉറപ്പും പറയാത്തോണ്ട് ഞാനതിനങ്ങ് സമ്മതിച്ചു. പാപ്പന്റെ വീട് ജപ്തി ചെയ്തതിന്റെ സന്തോഷത്തിലേക്കാണ് ഞങ്ങളോട് ഇങ്ങനത്തെ കണ്ണുചൊല്ലിൽ തോർത്താൻ പറയുന്നത്. ഇനി എന്ത് ചെയ്യും ഷാജേട്ടാ? ഇനി എന്നാ ചെയ്യാൻ? കർത്താവാൾക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഞാനൊന്ന് മനസ്സ് തുറക്കാം സുമി. സുമിക്ക് എന്നോട് ഹൃദയസ്പൃത്തായ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന യാഥാസ്ഥിതികമായ പ്രേമമാണോ ഉള്ളത്? തീർച്ചയായും. ഈശ്വര, തലയിലായോ? സോറി, പ്രസവ വാർഡായിരുന്നു. ഒന്നറിയപ്പോടും. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് അഹങ്കാരം അവർക്ക്. മുട്ടയിടുന്ന കോഴിയല്ലയോ? അയ്യോ അല്ല, ഓറഞ്ച് ആയിരുന്നു. 1 കിലോ എടുക്കട്ടെ. തമ്പി, ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ഞാൻ കാല് പിടിച്ചപേക്ഷിക്കാം. നിന്നേക്കാൾ വലിയ കുടിയന്മാരുടെ കുടി ഞാൻ നിർത്തി. അയ്യോ, അതും മിലിറ്ററിയാണ്. അച്ഛോ, അതും മിലിറ്ററിയാണ്. രാജ്യദ്രോഹമാണ്. ഇന്ന് 1-ാം തീയതി ആയിട്ട് നീ എങ്ങനെയാ കുടിക്കുന്നത് എനിക്കൊന്ന് കാണാം. ഇന്ന് 1-ാം തീയതി അല്ല അച്ഛാ. മീനിനെ വരെ വെള്ളത്തിന് മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ അച്ഛന്റെ കയറി. അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ്. ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് കളിക്കാൻ. എന്തിനാ? കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ. ദൈവം നന്ദിയുള്ളവരാ. നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലക്കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്റെ വീരപ്പനെ കാണിക്കാൻ. നമ്മുടെ മോർണിംഗ് എത്തിപ്പോയി. എടാ, നിനക്ക് അനിയനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു. അവനവിടെ ബാംഗ്ലൂർ അടിച്ചു പൊളിക്കല്ലേ? അച്ഛനാ, എന്താണ് ഈ വലിച്ചു കയറുന്നത്? അച്ഛനല്ലേ പറഞ്ഞു കുടിമലിയൊക്കെ നിർത്താൻ. മെനകെട്ടവനെ. എടോ കോപ്പിലെ കമ്മീഷണറെ, താനവിടെ മിനിറ്റ് വെച്ച് പൊക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായോ? അല്ല സാറേ, അവൾ എവിടെ ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ആ നിമിഷം പൊക്കിയാനെ. ഇവിടെ ഇരിക്കുന്നു, പൊക്കി എടുത്തോ. പെണ്ണുകളാകുമ്പോ ചിലപ്പോ എളുപ്പവും അവസാനവും വിവാദിയൊക്കെ ഉണ്ടായിരിക്കും.
എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛി കൊണ്ടായി, വേലക്കാരി ചെല്ലമ്മ കൊണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾ കൊണ്ടായി. ഒക്കെ തീർത്തവനാണ് ഈ മുത്തച്ഛായി. ഇനി മിക്സിംഗ് റൗണ്ട്. ബ്രാൻഡി, വിസ്കി, ജിന്നി, വോഡ്ക, റം. ബീവറേജിന്റെ മിശ്രിതം ലോലപ്പന്റെ വയറ്റിൽ. I'm a Nirukali drunk, now a Nalkali drunk. I'm a Nittukali, അടിച്ചു പൂസ് മലയാളി രജനി പോലെ മുമ്പിൽ നടക്കും. ഞാനുണ്ടാവും പുറകിൽ. വേണോ നടക്കാം. നെഞ്ചിരിച്ചിടുന്നു. അപ്പൊ ഉണ്ട് അവന്റെ നെഞ്ചി കയറിക്കോട്ടെ. നിങ്ങളെന്തിനാ ഹാൻസപ്പ്? തോക്കെടുത്ത് തലക്ക് ചൂണ്ടിട്ട് പറയണ ഹാൻസപ്പ്. അനങ്ങിപ്പോകരുത്. ായിരിക്കും അല്ലേ നിങ്ങളെ പോലെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായാലും സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ. ജോമോൻ ചേട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ആ ജോമോൻ ചേട്ടാ ഞാൻ കുറച്ച് തിരക്കാം, അങ്ങോട്ട് വിളിക്കാം. ജോജി അവനിത്തിരി തിരക്കിലാണ്, പിന്നീട് വിളിക്കാം. രാവിലെ വലിയ ഫാൻ ഇറങ്ങാനുള്ള എന്തായിരിക്കും? പുള്ളിക്ക് ഡിപ്രഷൻ ആയിരിക്കും. എന്റെ നമ്പർ പൂട്ട് വരെ തുറന്ന പഠിച്ച കള്ളന്മാര. അവരെ പിടിക്കാൻ പറ്റുമോ പ്രതാപനെ? ഞാൻ പറഞ്ഞില്ലേ, വിത്തിൻ അവേഴ്സ് അവന്മാരെ പൊക്കിയിരിക്കും. നമുക്ക് പോലീസ് നായയെ കൊണ്ടുവന്നാലോ? ഇന്നലെ മഴ പെയ്തുകൊണ്ടാ നടക്കില്ല. എങ്കിൽ പിന്നെ നീർനായെ കൊണ്ടുവരണം. അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നമില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കട്ടാ. മോളുടെ പേര് മനസ്വീയുടെ അച്ഛനൊരു കടയുണ്ട്. അവിടെ നിന്നാണ് ഈ സുന്ദരമായ ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ബോഡി വന്നോ പറഞ്ഞു നാക്കെടുത്തിട്ടില്ല. 100 ആയിസ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.